ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കണ്ണൂരിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള നെരിപ്പടം എന്ന് പറയുന്ന ഒരു സ്നാക്കാണ്. ശരിക്കും ഇത് ഇഫ്താറിൻ്റെ ടൈമിലും അതുപോലെ തന്നെ കണ്ണൂർ സൽക്കാരങ്ങളിലൊക്കെ മെയിനായിട്ട് സെർവ് ചെയ്യുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ തന്നെ ഓരോ ഭാഗത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന, ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാമിനടുത്ത് ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകശാല അരിയാണ്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വാങ്ങിക്കുന്ന ജീരകശാല അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അത് കയ്യിലില്ലെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം. പക്ഷേ പച്ചരി ഒന്ന് വെച്ച് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം, ഒട്ടും വെള്ളം പാടില്ല, മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടേക്ക് നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ സൈസിലെ മുട്ടയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ 3 എണ്ണം ഉപയോഗിക്കണം എന്തായാലും. അപ്പോൾ 2 മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ടേക്ക് നല്ല തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1-ാം പാലാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് കിട്ടിയ ആ തേങ്ങയുണ്ടല്ലോ, അതും നമ്മൾ ഇതിനകത്തോട്ടേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം അളവിൽ ചോറിൻ്റെ അളവ് കൂടി പോകരുത്. അപ്പോൾ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട്, ഇനി വെള്ളമൊന്നും ഉപയോഗിക്കരുത്. ഈ തേങ്ങാപ്പാലിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ വീണ്ടും ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് തന്നെ തേങ്ങാപ്പാൽ, ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നൊന്നുമില്ല. അതായത് ഈ ബാറ്റർ എപ്പോഴും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നീർദോശക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലോട്ടേക്ക് ഞാനൊരു ചെറിയ സവാള ഒന്ന് കനം കുറഞ്ഞരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മാത്രം മതി കേട്ടോ. അതായത് ഈ ഒരു സവാള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാളയ്ക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല വഴറ്റിയെടുത്തിട്ട് ഈ ഒരു കളറിനകത്തോട്ടേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചെറുതായിട്ട്. അതിനുശേഷം ഈ എണ്ണയിലോട്ടേക്ക് തന്നെ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പിരിയമുളകിൻ്റെ പൊടിയാണ്, ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കറിവേപ്പിലയും അതുപോലെ ഈ പിരിയമുളക് പൊടിച്ചതൊക്കെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പൊടി ഇടുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിം ആയിരിക്കണം. അതല്ലെങ്കിൽ മുളക് പൊടിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് കൈ കൊണ്ട് പിച്ചി വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അതിനകത്ത് മുഴുവൻ ചേർത്ത് കൊടുക്കരുത്. ഒരു 1/4 ഭാഗം മാത്രം എടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഒരു 2 മിനിറ്റൊക്കെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പും വളരെ കുറച്ച് മാത്രം ഗരം മസാല പൗഡർ, ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അതേ പാനിനകത്തോട്ടേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ളത് ഏകദേശം 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ടൊക്കെ ഞാനൊരു 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള അരിഞ്ഞത് ചേർത്തിട്ട്
കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന മസാലയിലുള്ള സവാള നമ്മൾ ഒത്തിരി ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ പിരിയൻ മുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ചിക്കൻ ഇതിനകത്തോട്ടേക്ക്, നമ്മൾ നേരത്തെ ചെയ്തത് ജസ്റ്റ് ഒരു 1/4 കപ്പ് മാത്രം എടുത്തിട്ടാണ്. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ള മുഴുവൻ ചിക്കനും ഈ മസാലക്കകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, മസാലയൊക്കെ ആയിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ. കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫില്ലിങ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഉപയോഗിക്കാത്ത ഒരു പാൻ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ ഏതിനകത്താണോ പോള സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രമോ അതല്ലെങ്കിൽ കുക്കറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ ചൂടാവണം. താഴത്തെ തവിയും നമ്മൾ മുകളിൽ വെച്ച പാത്രവും നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണൊക്കെ തന്നെ മതി കേട്ടോ. അതായത് ജസ്റ്റ് താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിൻ്റെ പകുതി ഭാഗം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിൽ നിന്ന് കറക്റ്റ് ഒരു പകുതിയായിട്ട് എടുത്തിട്ട് പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കൻ ഫില്ലിംഗ്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഫില്ലിംഗ് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ തയ്യാറാക്കിയ ഫില്ലിംഗ് മൊത്തത്തിൽ ചേർക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കാവുന്നതാണ്. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ടേക്ക് നമ്മുടെ ആ ബാക്കിയുള്ള മാവ്, നമ്മളിപ്പം പകുതി ഭാഗമാണ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത്, ബാക്കി പകുതിയുള്ള മാവ് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ച് അടച്ചു വെക്കുകയാണ്. ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കുന്നത്, ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ, 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കറിവേപ്പിലയും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ്, സവാള വറുത്തതും എല്ലാം ഈ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് ആ ഫില്ലിങ് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കും. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മുകളിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കനും ഈ സവാളയൊക്കെ വരുമ്പോൾ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ മുറിച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇത് ടോട്ടലായിട്ട് വെന്ത് കറക്റ്റ് പാകമാകാൻ 40 മിനിറ്റാണ് കേട്ടോ എടുക്കുക. അതായത് മുഴുവൻ സമയമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിങ്ങൾ നോക്കരുത്, എല്ലാ സൈഡിലും, കാരണം ചില സമയത്ത് നടുഭാഗം ശരിക്കും കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പാനിനകത്തോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്, ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമ്മുടെ പോള ഇതിനകത്തോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ആ മുകൾ ഭാഗം കൂടി നല്ല ഒരു നെയ്യിലൊക്കെ കിടന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും. മുകൾ ഭാഗത്ത് ആ നെയ്യുടെ ഫ്ലേവറൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കളറ് മാറി വരുന്ന വരെ മാത്രമേ കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റിനടുത്തേ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ നെരിപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ണൂരിൻ്റെ ഒത്തിരി അധികം സ്നാക്ക് ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനി പോളിയും അതുപോലെ കായ്പോളിയും മിക്ക റെസിപ്പീസും നമ്മൾ മുട്ടപ്പോളിയും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും ഒത്തിരി കണ്ണൂരിൻ്റെ ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് തന്നെ പറയാം. ശരിക്കും നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളിയും നല്ല വെറൈറ്റി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.